മനുഷ്യാവകാശ ലംഘനങ്ങളുടെയൊക്കെ പേരിൽ വളരെയധികം കുപ്രസിദ്ധി ആർജിച്ച ഒരു സംഘടനയാണ് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാൻ എന്ന് പറയുന്നത്. എന്നിട്ടും അവരുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മളുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയായിട്ട് സംസാരിക്കുക വരെ ഉണ്ടായി. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഗവൺമെന്റുമായിട്ട് ഇന്ത്യ ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനൊരു പ്രധാനപ്പെട്ട കാരണം, മുമ്പ് പാകിസ്ഥാന്റെ ഒരു പ്രോക്സി ആയിട്ടാണ് അഫ്ഗാനിസ്ഥാൻ അറിയപ്പെട്ടിരുന്നത്. പക്ഷേ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുള്ള ബന്ധം വളരെയധികം മോശമായിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാന്റെ ഒരു ഘടകം പാകിസ്ഥാനിലുണ്ട്, തെഹരീക്ക് താലിബാൻ എന്ന് പറയുന്നത്. അവർ പാകിസ്ഥാൻ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി സ്ഥിരമായിട്ട് അവിടെ തീവ്രവാദ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ഒത്തിരി പേരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് എല്ലാ സഹായവും കൊടുക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ താലിബാനാണെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. അതുകൊണ്ട് അവിടുത്തെ തീവ്രവാദികളെ കൊന്നെടുക്കാൻ വേണ്ടി ഈ ഇടയ്ക്ക് പാകിസ്ഥാൻ എയർഫോഴ്സ് അഫ്ഗാനിസ്ഥാന്റെ അകത്ത് ആക്രമണം വരെ നടത്തുകയും ചെയ്തു. രണ്ടാമതായിട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ, അഫ്ഗാനിസ്ഥാൻകാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അഭയാർത്ഥികളായിട്ട് പാകിസ്ഥാനുണ്ട്. അവരെല്ലാവരും അവർ പാകിസ്ഥാനിൽ നിന്ന് ഓടിച്ചു വിടുകയാണ്, അഫ്ഗാനിസ്ഥാനിലേക്ക് അതിർത്തി കടത്തി വിടുകയാണ്. ഈ രണ്ട് പ്രശ്നങ്ങളും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുള്ള ബന്ധം മോശമാക്കി. അപ്പൊ ഇന്ത്യ ആ ഒരു ഇതില് നമ്മളുടെ ദേശീയ താല്പര്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാനിൽ കയറി കളിക്കാൻ നോക്കുകയാണ്. അപ്പൊ ഒരു കാര്യം, നമ്മൾ $3 ബില്യൺ, ഏതാണ്ട് 25,000 കോടി രൂപയ്ക്ക് മുകളിൽ അഫ്ഗാനിസ്ഥാനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. റോഡുകളിലും സ്കൂളുകളിലും അതുപോലെ ഡാമുകളിലും ഒക്കെ ആയിട്ട്. അഫ്ഗാനിസ്ഥാന്റെ പാർലമെന്റ് മന്ദിരം പോലും ഇന്ത്യ ഫ്രീ ആയിട്ട് നിർമ്മിച്ചു കൊടുത്തതാണ്. അപ്പൊ അങ്ങനെയുള്ള ചില താല്പര്യങ്ങൾ ഇന്ത്യക്ക് അവിടെ ഉണ്ട്. രണ്ടാമതായിട്ട്, അഫ്ഗാനിസ്ഥാൻ ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രി ആണ്ട് എപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ എന്ത് ട്രേഡ് നടത്തണമെങ്കിലും കച്ചവടം നടത്തണമെങ്കിലും അവർക്ക് പാകിസ്ഥാനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമായിരുന്നു. പക്ഷേ ഇത്രയും കാലം അങ്ങനെയായിരുന്നെങ്കിലും അത് മാറിയാണ്. ഇന്ത്യ ഇപ്പോൾ ഇറാനിൽ ചബഹാർ എന്ന് പറഞ്ഞൊരു പോർട്ട് ഉണ്ടാക്കി. ഈ ചബഹാർ പോർട്ട് വഴി അഫ്ഗാനിസ്ഥാനും ഇന്ത്യക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം നടത്താൻ പറ്റും, പാകിസ്ഥാനെ ഡിപ്പെൻഡ് ചെയ്യാതെ. അത് പാകിസ്ഥാന് ഒരു സാമ്പത്തികമായിട്ടൊരു അടിയും കൂടിയാണ്. പാകിസ്ഥാന് മുമ്പ് ഇതിന്റെ പേരിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പൈസ കിട്ടിക്കൊണ്ടത്. ഇനി അത് വേണ്ട. ചബഹാർ പോർട്ട് വഴി നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാനും അഫ്ഗാനിസ്ഥാനിൽ നമുക്ക് മറ്റ് കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ വഴി റഷ്യയിലേക്കൊക്കെ പോകാനും കച്ചവടം നടത്താനൊക്കെ പറ്റും. അപ്പം അങ്ങനെ ഒരു സാമ്പത്തിക താല്പര്യമുണ്ട്. അപ്പൊ സാമ്പത്തിക താല്പര്യം ഒപ്പം പാകിസ്ഥാൻ ഒറ്റപ്പെടുത്തുക എന്നുള്ള ഒരു സ്ട്രാറ്റജിക് താല്പര്യം, ഈ രണ്ട് താല്പര്യങ്ങളും കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ നടത്തുന്ന ഒരു സംഘടന ആയിരുന്നിട്ട് പോലും ഇന്ത്യ താലിബാനായിട്ട് ബന്ധം വയ്ക്കാൻ ശ്രമിക്കുന്നത്. ഇന്ത്യ താലിബാൻ എന്തായാലും ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷേ ഈ രംഗത്തെ എക്സ്പെർട്ടുകളെ, എസ്പെഷ്യലി ഡിപ്ലോമാറ്റുകളെ പറയുന്നത്, നമ്മളുടെ ദേശീയ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ താലിബാനുമായിട്ട് ബന്ധം മെച്ചപ്പെടുത്തുമ്പോൾ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാര്യം താലിബാൻ ഇന്ത്യക്കെതിരെ ഭാവിയിൽ തിരിയാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. വേണമെങ്കിൽ ബംഗ്ലാദേശിലൊക്കെ ഇപ്പം നടന്ന പോലെ ഭാവിയിൽ അവർ പാകിസ്ഥാനായിട്ട് കൂടുതൽ അടുത്തുകൊണ്ട് ഇന്ത്യയിൽ തീവ്രവാദം നടത്താൻ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ വളരെ കോഷ്യസ് ആയിരിക്കണം.